വിഷുദിനത്തിലും ദുരിതത്തിലായി പാലക്കാട്ടെ കർഷകർ. രണ്ടാം വിള കൊയ്ത്തു കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം പൂർണ്ണമായിട്ടില്ല. വിളവ് കൂടിയെങ്കിലും സംഭരിക്കുന്ന നെല്ലിന്റെ അളവ് സപ്ലൈകോ ഉയർത്താത്തതാണ് പ്രതിസന്ധിയായത്. ഇക്ബാൽ അറക്കൽ സ്ഥലത്തു നിന്നും. ഇക്ബാൽ, എന്താണ് കൃഷിക്കാരുടെ സ്ഥിതി? അവരെന്താണ് ഇപ്പോൾ പറയുന്നത്? വിളവ് കൂടിയെങ്കിലും സംഭരിക്കുന്ന നെല്ലിന്റെ അളവ് സപ്ലൈകോ ഉയർത്തുന്നില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധി അവർ നേരിടുകയാണല്ലോ. അതായത് കാർഷിക സമൃദ്ധി ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ രീതിയിൽ വിഷു ആഘോഷിക്കാറുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മാത്തൂരിലാണ്. മാത്തൂർ എന്ന് പറയുന്നത് ഒരു കർഷക ഗ്രാമം കൂടിയാണ്. ആ ഗ്രാമത്തിലുള്ള ആളുകൾക്കെല്ലാം ഇത്തവണ കൊയ്ത്ത് വളരെ സമൃദ്ധമായി തന്നെ ലഭിച്ചു. ദൃശ്യങ്ങൾ കാണുന്ന ഈ ചാക്കുകളിലെല്ലാം ഈ രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള നെല്ലാണ്. ഏകദേശം ഒരു മാസമായി ഈ നെല്ല് കൊയ്ത് ഇവിടെ ഉണക്കി ചാക്കുകളിലേക്കെല്ലാം മാറ്റിയിട്ട്, പക്ഷേ ഇതുവരെയും ഈ നെല്ല് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടേക്ക് ആരും എത്തിയിട്ടില്ല. സപ്ലൈകോയിൽ നിന്ന് ഉൾപ്പെടെ ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും ബുദ്ധിമുട്ടും എന്ന് പറയുന്നത്. നെല്ല് ഇനി എന്ന് കൊണ്ടുപോകുമെന്നറിയാതെ ഈ കർഷകർ മുഴുവൻ ദുരിതത്തിൽ ആയിരിക്കുകയാണ്. ഇവർക്ക് വിഷു ആഘോഷിക്കണമെങ്കിൽ ഈ നെല്ലെല്ലാം വിറ്റ് അതിൻ്റെ തുക കിട്ടണം. പക്ഷേ ഈ നെല്ല് തങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ അത് ആര് എടുക്കും, ആര് വിറ്റ് അതിൻ്റെ എല്ലാം തുക നൽകുമെന്നറിയാതെ ഈ കർഷകരെല്ലാം വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ കർഷക നേതാവായിട്ടുള്ള ശിവരാജേട്ടനുണ്ട്, അതുപോലെ തന്നെ നിരവധി കർഷകരുണ്ട് നമ്മുടെ കൂടെ. ശിവരാജേട്ടാ, തവണ ഈ നെല്ല് വലിയ രീതിയിൽ കൊയ്ത്ത് ലഭിച്ചു, പക്ഷെ ഇത് കൊണ്ടുപോകാൻ ആരും വന്നിട്ടില്ലല്ലോ. അതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ നല്ല ഈൽഡായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ ആവശ്യത്തിലധികം നെല്ല് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം കൃഷിക്കാർക്ക് ഉണ്ടെങ്കിലും ഒന്നാം വിള കുറച്ച് മോശമായിരുന്നു. ഒന്നാം വിള വളരെ മോശമായിരുന്നു. അപ്പോൾ രണ്ടാം വിളയിൽ സാമാന്യം തരക്കെട്ടില്ലാത്ത വിളവ് എന്ന് പറഞ്ഞാൽ നല്ല വിളവ് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു പ്രതിസന്ധി ആയിരിക്കുകയാണ്. 2200 കിലോ ആണ് ഒരു ഏക്കറിന് സംഭരിക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് കളക്ടർ പറയുന്നു 2500 വെച്ചെടുക്കും എന്ന് പറയുന്നു. ചിലർ പറയുന്നു 3000 കിലോ വരെ ഈൽഡ് കിട്ടുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇപ്പോഴും വരുത്തിയിട്ടില്ല. ഇപ്പോഴും 2200 കിലോയെ ഒരു ഏക്കറിന് എടുക്കാൻ പറ്റൂ എന്നാണ് സിവിൽ സപ്ലൈസിൻ്റെ നിലപാട്. അങ്ങനെ വരുമ്പോൾ ഈ നെല്ല് ഓപ്പൺ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക്, ചുളിവ് വിലയ്ക്ക് അവർക്ക് കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ വലിയൊരു വിഷു ഞങ്ങൾ ആഘോഷിക്കുന്നതിന് പകരം ഇന്ന് പലരും ആശങ്കയിലാകുന്ന ഒരു സ്ഥിതിയാണ്. അധിക വിളവ് ഉണ്ടാക്കി എന്നുള്ളതാണ് കൃഷിക്കാരുടേതായിട്ടുള്ള ഇപ്പോൾ ഉള്ള പ്രതിസന്ധി. കഴിഞ്ഞ ഒന്നാം വിള വളരെ മോശമായ നഷ്ടത്തിൻ്റെ ഒരുപാട് കണക്കുകളാണ് കൃഷിക്കാർക്ക് പറയാനുള്ളത്. ഇത് ദൈവം അനുസരിച്ച് ഭൂമി വിളവ് ഞങ്ങൾക്ക് അധികം തന്നത് ഇന്നൊരു ബാധ്യതയായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ മാത്തൂരിലെ ഈ ഒരു വീട്ടിൽ മാത്രമല്ല, ഈ പരിസരത്തെ എല്ലാ വീടുകളിലും മുറ്റത്തും ഇത്തരത്തിൽ ചാക്കുകളിൽ നെല്ല് സൂക്ഷിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ നെല്ല് ഉണ്ട്. ഇതന്നെ ഒരു മാസം 1.5 മാസം മേലെ ഈ ചാക്കിലാക്കി വെച്ചിട്ട്, ഈ ചുവടിലാക്കി വെച്ച് പ്ലാസ്റ്റിക് ചാക്കിലാക്കി വെച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ തനി ഈർപ്പം വരും. ഈർപ്പം വന്ന് നോക്കിയിട്ട് കഴിഞ്ഞാൽ തണുപ്പുണ്ട് പറയുമ്പോൾ വീണ്ടും കൊത്തി ഉണക്കാൻ പറ്റും. വേനൽ മഴ വന്നാൽ പറയാൻ പറ്റില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉണക്കാൻ വേണ്ടി പറയും. ഈ ഉണക്ക് ഇത്രയും 10, 200, 300 ചാക്കുകൾ ഉണക്കി കഴിയുക പറയുമ്പോൾ ലേബർ ചാർജ് എത്ര വരും? അതിനകത്ത് ഇതിനൊക്കെ പുറമെ മില്ലിൽ കൊണ്ടുപോയി പറയുമ്പോൾ ഞങ്ങൾക്ക് ഈർപ്പമുണ്ട് പറ്റില്ല പറയുമ്പോൾ ഈ 2 കിലോ 3 കിലോ വെച്ച് പിടിക്കും. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്തിനത് നെല്ല് കൊണ്ടുപോയോ? നെല്ല് കൊണ്ടുപോയിട്ടില്ല. റൂമിനുള്ളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ച ചാക്കിട്ട് മൂടി വെച്ചിട്ടുണ്ട്. വിഷു അങ്ങനെ ആഘോഷിക്കുന്നത്? വിഷു എന്താ ആഘോഷിക്കുന്നത്? വിഷു വെറുതെ ആഘോഷിക്കുന്നത്. കഞ്ഞി കുടിച്ചാൽ ഇതിപ്പോൾ കഞ്ഞി കുടിച്ചു, ആ കഞ്ഞിയെ വീട്ടു വരും. അല്ലാതെ കാശ് വേണ്ടേ? അതുപോലെ സന്തോഷത്തോടെ സന്തോഷത്തോടെ ഒരു കുട്ടികൾക്ക് ഒരു കൈനേരം കഴിയും. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. നമുക്കിവിടെ ചേട്ടാ, നിങ്ങളുടെ എല്ലാ വീടുകളും ഇത് തന്നെയാണോ? എല്ലാ വീടുകളും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. ഇതിനൊരു സ്ഥിരം സംവിധാനം ഇല്ല. നെല്ല് ഇപ്പോൾ വിളവെടുപ്പ് ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നതല്ലല്ലോ. 10 വർഷമായി ഒരു സംവിധാനം, ഒരു ഗവൺമെൻറ് സംവിധാനം കേരളത്തിൽ തുടർച്ചയായി ഒരു 10 വർഷമായി ഭരിച്ചൊരു ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ഒരു സംവിധാനം, സ്ഥിരം സംവിധാനത്തിന് കാണണ്ടേ? എല്ലാ സീസണിലും ഇങ്ങനെ ചർച്ചയും കാര്യങ്ങളായി പോകും. ഇപ്പോൾ പുതുതായിട്ട് ഒരു സംവിധാനമാണ് സഹകരണ ബാങ്കുകളിൽ ക്യാഷ് തരാണ്. പക്ഷേ സപ്ലൈകോ എടുത്ത് ഈ PRS തരാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി പുതിയ അക്കൗണ്ട് തുടങ്ങണം. ഇത് കൊണ്ടുപോകാനേ സംവിധാനമല്ല. ഇത്രയും ചാക്കുകൾ ഈ വീട്ടിൽ കിടക്കുക. ഇതിപ്പോൾ എത്ര കിലോ നെല്ല് ഇപ്പോൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്? ഇതിൽ ഒരു 2000-ലധികം കിലോ അല്ല ടണ്ണ്, ഒരു 20 ടണ്ണിൽ അധികം നെല്ല് ഇതിലുണ്ടാവും കെട്ടിക്കിടക്കുക. ഇതിലിപ്പോൾ ഒരു 300-400ഓളം ചാക്ക് നമ്മുടെ ഈ ഭാഗത്ത് മാത്രം എടുത്തു ഒരു 10,000-ലധികം ഈ ഞങ്ങളുടെ ഈ പാടശേഖരത്തിലുണ്ടാവും. 10,000-ലധികം ചാക്ക്, കിലോ അല്ല, 10,000-ലധികം ചാക്ക് എന്ന് പറയുമ്പോൾ ഒരു 50-55 കിലോ. അപ്പോൾ അത് വെച്ച് ഒരു 10,000-ഓളം ചാക്ക് ഇവിടുന്ന് ഇപ്പോൾ കണ്ടല്ലോ. ഒരു അപൂർവം ചിലപ്പോൾ വീടുകളിൽ നിന്ന് മാത്രമേ ഇത് എടുക്കാൻ തുടങ്ങിയുള്ളൂ. ഈ സംഭരണം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് എടുത്തുകൊണ്ട് പോകണം. ഇത് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചില വീടുകളിൽ നിന്ന് അത്യാവശ്യം എടുത്തു പോകുന്നു എന്നുള്ളതല്ലാതെ ഇത് പ്രോപ്പറല്ല. അത് മാസങ്ങൾക്ക് മുമ്പ് കൊണ്ട് കെട്ടിക്കിടക്കുന്ന സാധനമാണ്. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും വന്ന് പൂപ്പൽ വന്നാൽ ആ പൂപ്പൽ വന്ന് നഷ്ടം കൃഷിക്കാരൻ സഹിക്കുക എന്നുള്ളതാണ്. സർക്കാർ ഇങ്ങനെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കി ഇത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് ഈ സംഭരണം.
അതിനെ ആശ്രയിച്ചാണ് കുറേയെങ്കിലും കൃഷിക്കാർ ഇപ്പോൾ ഇതിൻ്റെ പിറയിൽ നിൽക്കുന്നത്. അതല്ല എങ്കിൽ ഈ പരിപാടി പൂർണ്ണമായിട്ടും നിർത്തേണ്ട ഒരു സാഹചര്യം. ഇപ്പോൾ പല പ്രദേശങ്ങളിലും ഒന്നാം വിള പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ കൃഷി കൊണ്ട് ഉപജീവന മാർഗം കഴിയുന്ന ആളുകളാണ്. ഇതല്ലാതെ മറ്റൊരു മാർഗം അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2 വിളയും അവർ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പല പാടശേഖരങ്ങളിലും ഒരു വിള മാത്രമായിട്ട് കുറച്ചു. അപ്പോൾ ഇത് ആദായകരമല്ലാത്തതുകൊണ്ടാണ്. അത് ഗവൺമെൻറ്റിനും അറിയാം. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് അവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഉൽപ്പാദന ചെലവിനെക്കുറിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള കണക്കുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നഷ്ടക്കച്ചവടമാണ് എന്ന് പറഞ്ഞു മടുത്തു ഞങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കൂ, ഈ അവസ്ഥയൊന്നും നോക്കൂ. അവരുടെ കയ്യിൽ നെല്ലുണ്ടായത് അധികമായി തന്നെ ഇത്തവണ അവർക്ക് വലിയ രീതിയിൽ കൊയ്ത്ത് ലഭിച്ചു. പക്ഷേ ആ കൊയ്ത നെല്ലെടുക്കാൻ ആരും വരുന്നില്ല. ആ അച്ഛനൊക്കെ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ തൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ അടുത്തേക്ക് വരുമ്പോൾ വിഷു കൈനീട്ടം കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ല. കഞ്ഞി കുടിച്ച് മാത്രം ഈ വിഷു ആഘോഷിക്കേണ്ട സ്ഥിതിയിലൊക്കെയാണ് അവരെല്ലാം നീങ്ങിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സംഭരണം നടത്തണം തന്നെയാണ് കർഷകർ ചൂണ്ടിക്കാണിച്ചത്. ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്നും കർഷകരുടെ പ്രതികരണം ഈ വിഷുദിനത്തിൽ നൽകിയിരിക്കുന്നത്.